ആനവണ്ടിയിലെ യാത്ര എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര നൊസ്റ്റാൾജി തരുന്ന ഒരു കാര്യമാണല്ലേ. ചെറു ചാറ്റൽ മഴയും ഇളം വെയിലും ഒക്കെ കൊണ്ട് മൂളിയും മുരണ്ടും ഒക്കെ എഞ്ചിൻ കിതയ്ക്കുന്ന ശബ്ദമായി പോകുന്ന ആനവണ്ടിയുടെ ഒരു ഓരത്തിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ. ആ നൊസ്റ്റാൾജിയുടെ ഭംഗിയോ പവറോ ഒട്ടും കുറയാതെ നമ്മുടെ സ്വന്തം ആനവണ്ടി ഇപ്പൊ റീലോഡഡ് ആയിരിക്കുകയാണ്. പുതിയ റൂട്ടുകളിലൂടെ പുതിയ ലോകം നിങ്ങളെ കാണിക്കുന്നതിനായി, അതും ബജറ്റ് ഫ്രണ്ട്ലി ആയി. മഞ്ഞയിലും പച്ചയിലും മിന്നിത്തിളങ്ങി തലയെടുപ്പുള്ള ആനയുടെ ചിത്രവുമായി ഒരു സ്പെഷ്യൽ ട്രാവലർ ബസ്സാണ് KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി വരുന്ന പുതിയ താരം. 130 പുതിയ ബസ്സുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ 10 എണ്ണം വിതരണം ചെയ്തു കഴിഞ്ഞു. കുറഞ്ഞ ചെലവിൽ എന്നാൽ മികച്ച യാത്രാനുഭവത്തോടെ നമ്മുടെ ചുറ്റുമുള്ള ലോകം കാണാൻ അവസരമൊരുക്കുകയാണ് KSRTC. ഇത് ചുമ്മാ അങ്ങ് പറയുന്നതല്ല കേട്ടോ. ദിവസവും സോഷ്യൽ മീഡിയയിൽ യാത്രക്കാർ അവരുടെ സന്തോഷം പോസ്റ്റ് ചെയ്യുകയാണ്. പ്രകൃതിയുടെ സൗന്ദര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നവർക്കായി കോന്നി അടവി ഇക്കോ ടൂറിസം, പ്രകൃതിയും സാഹസവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കായി ഗവിയും പരുന്തുപാറയും ഒക്കെ ഉണ്ട്. അതൊരു നവ്യാനുഭവം തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല. സ്ഥിരം വിനോദയാത്രകൾക്ക് പുറമെ ശബരിമല തീർത്ഥാടകർക്കായി പ്രത്യേക പിൽഗ്രിം ടൂർ പാക്കേജുകളും ആരംഭിച്ചിട്ടുണ്ട്. തീർത്ഥാടന ടൂറിസം, അതായത് എല്ലാ അമ്പലങ്ങളും കവർ ചെയ്ത് ശബരിമലയ്ക്ക് വരുന്നൊരു പ്രോഗ്രാമാണിത്. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ആദ്യമായിട്ട് 2 ബസ് 100 അയ്യപ്പന്മാരെ ബഡ്ജറ്റ് ടൂറിസം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. അതോടൊപ്പം സംസ്ഥാനത്തൊട്ടാകെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും ബഡ്ജറ്റ് ടൂറിസമായിട്ട് വളരെ വിപുലമായ സംവിധാനങ്ങളുണ്ട് ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തീർത്ഥാടനത്തിനായി പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ പമ്പയിൽ നിന്ന് നമ്മുടെ കോർഡിനേറ്റർമാരുണ്ട്. അതിനുശേഷം സന്നിധാനത്ത് 2 കോർഡിനേറ്റർമാരുണ്ട്. അവർ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെ ഈ ബഡ്ജറ്റ് ടൂറിസമായിട്ട് പോകുന്ന അയ്യപ്പന്മാർക്ക് അവിടെ പമ്പയിൽ ചെയ്തു കൊടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് സെൻട്രലിൽ നിന്ന് ബേസ് ചെയ്ത് പോകുന്നത് സൂപ്പർ ഡീലക്സ് ബസ്സാണ്. 39 പേര് നമ്മൾ, അതൊരാൾക്ക് 640 രൂപ. 640 എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പമ്പയിൽ പോയി ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിക്കും. ശബരിമല തീർത്ഥാടകർക്കായി 1600-ലധികം പാക്കേജുകൾ. കോട്ടയം, ചെങ്ങന്നൂർ, എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങുന്ന ഇതര സംസ്ഥാനങ്ങളിലെ ശബരിമല തീർത്ഥാടകർക്കായി പ്രത്യേക പാക്കേജുകളുമുണ്ട്. പമ്പയിൽ ക്ലോക്ക് റൂം, കുളിക്കാൻ സൗകര്യം, സന്നിധാനത്ത് കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു കോർഡിനേറ്റർ, എല്ലാം സെറ്റാണ്. കേരളത്തിന് പുറത്തേക്കുമുണ്ട് പിൽഗ്രിം ടൂർ പാക്കേജ്. തഞ്ചാവൂർ, രാമേശ്വരം, മധുര, കന്യാകുമാരി, മഹാബലിപുരം തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളിലേക്കാണ് യാത്രാ സൗകര്യങ്ങൾ. ഇൻഡോർ സ്റ്റേറ്റിൽ അന്യസംസ്ഥാനങ്ങൾ വരുന്നത് രാമേശ്വരം, ഊട്ടി, കൊടൈക്കനാൽ, വേളാങ്കണ്ണി, തഞ്ചാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ട്. അതിൽ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് 29-ാം തീയതി രാമേശ്വരം ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഇനി വരുമാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2021 നവംബറിൽ ആരംഭിച്ച ബജറ്റ് ടൂറിസം സെൽ 2022-ൽ 11.98 കോടി രൂപ വരുമാനം നേടി. ഓരോ വർഷവും കൂടുതൽ യാത്രക്കാരെ ആകർഷിച്ചു വരികയാണ്. നല്ല എൻക്വയറി വരുന്നുണ്ട്. നിലവിൽ ഓരോ യാത്ര പോയി കഴിഞ്ഞാൽ അടുത്ത യാത്ര അവർ തന്നെ ആ ഒരു സമയത്ത് തന്നെ അവർ പിന്നെ അടുത്ത സെറ്റ് ചെയ്യുകയാണ്. അല്ലെ അടുത്ത മാസം, അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ, ഞായറാഴ്ച ഉൾക്കൊണ്ട് 2 പേർക്ക് അങ്ങനെ ചെയ്തു പോകുന്നു. ഈ വർഷം ഇതുവരെ നേടിയത് 35.41 കോടി രൂപയാണ്. ഈ വർഷം മൊത്തം 40 കോടിയിലധികം വരുമാനമാണ് KSRTC ലക്ഷ്യമിടുന്നത്. ആനവണ്ടി യാത്രയുടെ മൊഞ്ച് അതൊന്ന് വേറെ തന്നെയാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയി ഈ ആനവണ്ടിയിൽ നമുക്കൊരു ട്രിപ്പ് അടിക്കണ്ടേ? അപ്പൊ ഇപ്പൊ തന്നെ പ്ലാനിങ് തുടങ്ങിക്കോളൂ.